ഇസ്രായേലിലെ അന്താരാഷ്ട്ര എയർപോർട്ടായിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇത് ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ രാജ്യത്ത് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും അവർ സ്ഥിരീകരിക്കാറില്ല. തങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു, ലക്ഷ്യം കാണാൻ വേണ്ടി, ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തകർക്കാൻ വേണ്ടി സാധിച്ചു, അല്ലെങ്കിൽ കടലിൽ വെടിവെച്ചിട്ടു എന്ന രീതിയിലുള്ള മറുപടികളാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇത് ആദ്യമായിട്ട് അവർ സ്ഥിരീകരിച്ചു. അവിടെ യാത്രക്കാരെ ലോഞ്ചിന് തീപിടിക്കുകയും പുക വന്നിരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം വീഡിയോ സഹിതം ലോകത്ത് പ്രചരിക്കുകയും ചെയ്തു. ഇതോടുകൂടി വല്ലാത്ത രീതിയിൽ നാണം കെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിന് പ്രതികാരം ചെയ്യുമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള യമനിനെ ഏത് തരത്തിൽ ആക്രമിക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഒന്നുകിൽ കരമാർഗം ആക്രമിക്കണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ 2-3 രാജ്യങ്ങളുടെ സഹായം വേണം. അവരൊരിക്കലും നിലവിലെ സാഹചര്യത്തിൽ അത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ചെങ്കടൽ വഴി ആക്രമിക്കൽ. ചെങ്കടൽ വഴി എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്ത് 24 മണിക്കൂർ യമനിൻ്റെ വ്യോമ സൈനികരൊക്കെ നിരീക്ഷണം നടത്തുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് കടലിൽ തന്നെ അവരുടെ ആക്രമണം അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പെട്ടുകിടക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. അമേരിക്കയാണ് ആക്രമിക്കുന്നതെങ്കിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ അനുഭവിക്കുകയാണ്. അവിടെ ഹാരിസ് ട്രൂമാൻ കപ്പൽ പോലും അവിടെ നിന്ന് പിന്മാറ്റുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ 30-ലധികം ആക്രമണം യമൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും അവർക്ക് അത് ലക്ഷ്യം കാണിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം യമൻ ആക്രമിക്കാൻ വേണ്ടി ഉയർന്നു പൊന്തിയ ഒരു വിമാനത്തിന് ഈ യമൻ വെടിവെച്ച് കടലിൽ വീഴ്ത്തിയ വിവരങ്ങളും പുറത്തു വന്നു. ഇതോടുകൂടി യമനുമായി നേരിട്ട് കൊണ്ട് ഒരു യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്നുള്ളത് അമേരിക്കക്ക് ബോധ്യമായി. അതുകൊണ്ട് അമേരിക്കയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ യമനെ ഒതുക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ യമൻ എന്ന് പറയുന്ന രാജ്യം 2 രാജ്യങ്ങൾക്ക് നേരെയാണ് യുദ്ധം ചെയ്യുന്നത്. ഒന്ന് ചെങ്കടലിൽ അമേരിക്കയുമായിട്ട്, മറ്റൊന്ന് ഇസ്രായേലിലെ സർക്കാരിനെതിരെയും. അപ്പോൾ ഈ 2 രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ബലമുള്ള, ശക്തിയുള്ള, പ്രതിരോധ കവചവും സംവിധാനമുള്ള രാജ്യമാണ്. എന്നിട്ട് പോലും അവർക്ക് യഥാർത്ഥത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വലിയ രീതിയിലുള്ള പരാജയം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അയണ്ട പോലെയുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലുണ്ട്. താട് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അതുണ്ട്. ഇത് രണ്ടും തകർന്ന് തരിപ്പണമായിട്ടാണ് ലക്ഷ്യം കണ്ടുകൊണ്ട് ഇവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത്. അതിന് ഹൈപ്പർസോണിക് മിസൈലാണ് ഉപയോഗിച്ചത്. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന സമയത്ത് അതിശക്തമായ രീതിയിൽ ദൂരം കടന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ പതിക്കാൻ മാത്രം പാകപ്പെടുത്തിയിരിക്കുന്ന മിസൈലാണ്. ഇതാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ അവർ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരത് സമ്മതിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത്, അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ അത് വലിയ പ്രാധാന്യത്തോട് കൂടി റിപ്പോർട്ടായിട്ട് വരുന്നു, 25 അടി താഴ്ചയിൽ പതിച്ചിട്ടാണ് ഉഗ്രസ്ഫോടനത്തോട് കൂടിയിട്ട് ഈ പറയപ്പെട്ട ഹൈപ്പർസോണിക് മിസൈൽ പൊട്ടിത്തെറിക്കുന്നു. ഇത് ഒരുപാട് ദൂരത്തേക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത്. അവർക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു, അത് ഇസ്രായേലിയർക്ക് തന്നെ അത്ഭുതമായിരുന്നു. തങ്ങളുടെ രാജ്യത്തെ ഇത്രയും ശക്തമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി ബലമുള്ളൊരു രാജ്യം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടില്ലല്ലോ, പിന്നെ ആരാണ് ഇത് ആക്രമിച്ചത്? ഇനി ഇസ്രായേലിൻ്റെ തന്നെ മിസൈലുകൾ തെറ്റിപ്പതിച്ചതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായത്. പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ടു. മാത്രമല്ല യമൻ ഇതിൻ്റെ അവകാശം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇനി ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യത്തിൽ വലിയ പ്രയാസം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ അനുഭവിക്കുകയാണ്. അതിൻ്റെ കാര്യം ഇതുവരെ ഉള്ള യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് തങ്ങളുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശത്രു വിഭാഗം വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് കാര്യം പറയുന്നത്. 2200 കിലോമീറ്ററാണ് ഈ പറയപ്പെട്ട സ്ഥലത്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇത്രയും ദൂരം പറന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കണമെങ്കിൽ അതിന് വിവരസാങ്കേതിക രംഗത്തും കാലോചിതപരമായി മാറ്റപ്പെട്ട ആയുധ രംഗത്തുമൊക്കെ വലിയ രീതിയിലുള്ള അറിവ് വേണം. അത് യമനെ സംബന്ധിച്ചിടത്തോളം ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ ലിസ്റ്റാണ് യമൻ ഇപ്പോൾ ഉള്ളത്. അവർക്കതിന് സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇതിനെ സഹായിച്ചത് ഇറാനാണ് എന്നുള്ളത് ഒരു പരിധി വരെ സമ്മതിക്കാൻ വേണ്ടി പറ്റും. ഇറാനും അല്ലാത്ത രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ആയുധ നിർമ്മാണ സംവിധാനത്തിനൊക്കെ ഇതിന് സഹായിക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം റഷ്യയിലേക്കാണ് ഇവരെ വിരൽ ചൂണ്ടുന്നത് എന്നത് ചുരുക്കം. അപ്പോൾ മറ്റുള്ള ലോക ശക്തിയുള്ള രാജ്യങ്ങളുടെ വലിയ സഹായത്തോടു കൂടി തന്നെയാണ് യമൻ ആക്രമിക്കുന്നത് എന്ന് ഏറെക്കുറെ ഇസ്രായേൽ പറയാതെ പറയുകയാണ്.
ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഒരു ഏകോപനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്.